ഹായ് ഹലോ നമസ്തേ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൊടൈക്കനാലിൽ പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഓൺലൈൻ ഇ പാസ് എടുത്തേക്കണം കേട്ടോ. സോ ഞങ്ങൾ കൊടൈക്കനാൽ മല കയറാൻ തുടങ്ങിയത് ഓൾമോസ്റ്റ് അറൗണ്ട് 7 o'clock 7:30 ആയിട്ടുണ്ടായിരുന്നു. നാഷണൽ ഹൈവേയിൽ നിന്നിട്ട് 51 കിലോമീറ്റർ ഉണ്ടായിരുന്നു കൊടൈക്കനാൽ വരെയുള്ള ഡിസ്റ്റൻസ്. ഞങ്ങൾ രാത്രി പോയത് ഇച്ചിരി കടുത്തുപോയി എന്ന് വേണം എനിക്ക് പറയാൻ. സ്റ്റാർട്ടിങ്ങിൽ ഇറ്റ് വാസ് ഫൈൻ, അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല, നോർമൽ റോഡൊക്കെ തന്നെ ആയിരുന്നു ഇതിൽ കാണുന്നത് പോലെ. കുറച്ച് ദൂരം അകത്തോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശരിക്കുമുള്ള പ്രോബ്ലം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഒന്നാമത്തെ കാര്യം, റോഡ് ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡായിരുന്നു, വീതിയൊന്നുമില്ല. ഒരു വലിയൊരു ബസ്സോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒന്നാമത്തെ കാര്യം രാത്രിയായത് കാരണം ലൈറ്റിൻ്റെ പ്രോബ്ലം, ബ്രൈറ്റ് ലൈറ്റ് വരുന്നത്, പിന്നെ ഒരു സൈഡിൽ മൊത്തം വാലിയാണ്, വലിയ കൊക്ക. അപ്പം വലിയ ബസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് എക്സ്പെക്റ്റ് ചെയ്ത് പോകണം. സോ എന്ത് വണ്ടിയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. സോ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിച്ചു എന്നുള്ളതാണ് സത്യം. ഞാൻ ശരിക്കും പേടിച്ചു, എന്ത് വണ്ടിയാണ് വരുന്നത്, എങ്ങനെ വരുന്നു എന്ന്. അവിടെ തുടങ്ങിയത് മുതൽ അവിടെ എത്തുന്നത് വരെയും ഐ വാസ് ഓൺ ഒരു വല്ലാത്തൊരു സ്റ്റേറ്റിലായിരുന്നു. ഓരോ മുഖത്തത്രയൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ലെങ്കിലും നല്ല പേടിച്ചു ഞാൻ. പല സ്ഥലങ്ങളിലും ബസ് ഇങ്ങനെ വന്ന് പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും വല്ലാണ്ട് പേടിച്ചു എന്നുള്ളതാണ് സത്യം. സോ ഈവൻ ആരെങ്കിലും പ്രിഫർ ചെയ്യുന്നുണ്ട് കൊടൈക്കനാലിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പകൽ ഈ മല കയറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന്. രാത്രി പോകാതിരിക്കുന്നതായിരിക്കും എൻ്റെ അനുഭവത്തിൽ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത്. തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേനും അതിനും വേണ്ടിയിട്ട് പ്രോബ്ലങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങോട്ട് പോയപ്പോൾ ഒന്നാമത്തെ കാര്യം രാത്രി ആയതുകൊണ്ടായിരിക്കും നല്ലോണം ഞാൻ പേടിച്ചത്. ആദ്യം തുടങ്ങി കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആദ്യം കരുതി രാത്രി ആയത് കാരണം ഒരു വണ്ടിയും പോകുന്നുണ്ടായില്ല, അതായിരിക്കും ആരും ഇല്ലാത്തതെന്ന്. കുറേ ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും വണ്ടികൾ ഉണ്ടായിരുന്നു മേലോട്ട് പോകാനും വേണ്ടിയിട്ട്. കാറ്, പലതരത്തിലുള്ള വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. പോകുന്ന വഴിക്ക് 2 സ്ഥലത്ത് ഇങ്ങനെ ചെറിയ ഒരു കനാൽ കെട്ടുന്നത് പോലത്തെ ഒരു പണി ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഈ മഞ്ഞ ഒരു ടയർ പോലത്തെ ഒരു സംഭവം ആ സൈഡിൽ വാലിയിലോട്ട് മറിയാതിരിക്കാനും വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൊടൈക്കനാലിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇ പാസ് മസ്റ്റായിട്ടും എടുത്തേക്കണം. ഇ പാസ് ഓൺലൈനായിട്ട് അതിൻ്റെ തന്നെ സൈറ്റുണ്ട്. അതിൽ കയറി നമ്മുടെ വണ്ടി നമ്പർ, എത്ര പാസഞ്ചേഴ്സാണ് വരുന്നത്, എത്ര ദിവസത്തേക്കാണ് വരുന്നത്, എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, എന്ന് തിരിച്ചു പോകും, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഇ പാസ് ജനറേറ്റ് ആയിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ പോയി മല കയറി കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ഥലത്ത് ഇതുമാതിരിയുള്ള ഷോപ്സ് എല്ലാം ഉണ്ടായിരുന്നു. മീൻസ് ഒത്തിരി കുത്തനെയുള്ള വളവുകളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓൾമോസ്റ്റ് അറൗണ്ട് ഇപ്പോൾ നമ്മൾ നോർമലി ഒരു 1 hour എടുക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി കയറി പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സമയം കൂടുതലെടുക്കും. ബിക്കോസ് ആ ഒരു വിസിബിലിറ്റിയുടെയൊക്കെ ഒരു പ്രശ്നം കാരണം.
ഓൾമോസ്റ്റ് എൻഡ് ആകാറാവുമ്പോൾ ഇതുപോലുള്ളൊരു ടോൾ ബൂത്ത് അവിടെ കാണാൻ പറ്റും. അവിടെ നമ്മൾ ക്യാഷ് പേ ചെയ്യണം. എന്നിട്ട് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് അകത്തോട്ട് കയറി കഴിയുമ്പം ഒരു നല്ല സൂപ്പറായിട്ടുള്ളൊരു വാട്ടർഫോൾസ്, അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അത്ര വിസിബിൾ അല്ല. തിരിച്ചു വന്നപ്പോൾ നല്ലതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വാട്ടർഫോൾസ് അവിടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് കൊടൈക്കനാലിൻ്റെ നൈറ്റ് വ്യൂ. ഒത്തിരി നല്ല ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ നിറഞ്ഞ് ഇതായിരുന്നു കേട്ടോ കൊടൈക്കനാലിൻ്റെ നൈറ്റ് വ്യൂ. അതും കാണാൻ ഭംഗിയുള്ളത് തന്നെ ആയിരുന്നു. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതാണ് കൊടൈക്കനാലിൻ്റെ മെയിൻ സിറ്റി, ഇതാണ് കൊടൈക്കനാൽ. ഇവിടെ നിന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങൾ താമസിക്കാനായിട്ട് ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയായിരുന്നു. അത് ഹോളിഡേ ഹോംസ് എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു ഞങ്ങൾ അന്ന് താമസിച്ചത്. മെയിൻ കൊടൈക്കനാലിൽ നിന്ന് പിന്നെ ഒരു 10-20 മിനിറ്റ്സ് ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഹോളിഡേ ഹോം റിസോർട്ടിൽ എത്തിയത്. റിസോർട്ടിൻ്റെ പുറമേ കാണാൻ ഭയങ്കര നല്ല ഭംഗിയാണ്. ഒരു ചെറിയ അരുവി പോലത്തെ ഒരെണ്ണമുണ്ട്. അരുവിയാണോ ലേക്ക് പോലെ, അല്ലെങ്കിൽ അരുവി പോലെ ഒരെണ്ണം, ലേക്കല്ല അരുവി പോലെ ഒരെണ്ണമുണ്ട്. പിന്നെ റൂംസ് എല്ലാം വളരെ നല്ലതായിരുന്നു. ടെമ്പറേച്ചർ വാസ് ക്വയറ്റ് ഗുഡ്. അവിടെ പോയപ്പോഴത്തേക്ക് നല്ല സുഖമുള്ളൊരു ടെമ്പറേച്ചറായിരുന്നു. കോട്ടേജ് ടൈപ്പായിട്ടായിരുന്നു റൂംസൊക്കെ. പുറമേ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഹോളിഡേ ഹോംസ് റിസോർട്ട്. അവിടെ റൂം ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലേക്കിനടുത്തുള്ള റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. റൂം പുറമേ കാണുന്നതിൻ്റെ അത്രയ്ക്കും ഭയങ്കര വാവായിരുന്നില്ല, ജസ്റ്റ് ഓക്കെ ടൈപ്പ് റൂമായിരുന്നു. ഇതാണ് പകൽ സമയത്തുള്ള ഹോളിഡേ ഹോം റിസോർട്ട്. സോ ബാക്കി കൊടൈക്കനാലിലുള്ള വിശേഷങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഇറ്റ്സ് റിയലി മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. ബൈ.